തോറ്റെങ്കിലും പൊല്ലാപ്പ് BJPയിലാണ്. അവിടെ സുരേന്ദ്രൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച് കുറേ പേർ. ശോഭാ സുരേന്ദ്രനാണ് എല്ലാത്തിനും ഉത്തരവാദിയെന്ന് മറുവശത്ത് കുറേ പേർ. ഇതിനെതിരെ സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞ് നഗരസഭാധ്യക്ഷ രംഗത്ത് വന്നു. സത്യത്തിൽ BJP പരാജയപ്പെടുന്നതിന് കാരണം കേരളത്തിലെ മനുഷ്യർക്ക് ഉള്ള ഒരു മതേതര മനസ്സിൻ്റെ ഭാവവും ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളോടുള്ള വളരെ കടുത്ത ഭീതിയും ആ അപകടത്തെക്കുറിച്ചുള്ള ബോധ്യവുമാണ്. അപ്പോൾ ചോദിക്കും തൃശ്ശൂരോന്ന്. അത് വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനസേവകനും ചാരിറ്റി പ്രവർത്തകനുമായ സുരേഷ് ഗോപിക്ക് അവിടുത്തെ ആളുകൾ നൽകിയ ഒരവസരം മാത്രമാണ്. പിന്നെ യഥാർത്ഥത്തിൽ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാവപ്പെട്ട സുരേന്ദ്രണ്ണൻ്റെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വർഗീയത പറയാനും വിദ്വേഷം പറയാനും കഴിയുന്നതിനൊരു പരിധിയുണ്ട്. അദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ. നിങ്ങൾക്ക് അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഇനി 3 പേരെ ഞാൻ പറയാം. അവരിൽ നിന്ന് ആരെയെങ്കിലും പ്രസിഡൻ്റ് ആക്കലാണ് ഉചിതം. ഒന്ന് കെവിൻ പീറ്റർ, മറ്റൊന്ന് രവിചന്ദ്രൻ, പിന്നെ മുസ്ലിം വേണമെങ്കിൽ ആരിഫ് ഹുസൈൻ. അതാകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ കേരളത്തിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ ഗുണപ്പെടുക. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. BJP തോറ്റുപോയി. BJP തോറ്റതിൻ്റെ കാരണം നമ്മൾ പറയുന്നത് പോലെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്ന പോളറൈസേഷൻ്റെ തീവ്രത അത് വല്ലാതെ കുറഞ്ഞു. ആവർത്തിച്ചാവർത്തിച്ച് കാണുന്ന കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി കൗതുകം ഒട്ടുമുണ്ടായില്ല. പിന്നെ വീണ് കിട്ടിയ സംഭവങ്ങളൊക്കെയും രാഹുലിന് ഗുണമായി. രാഹുൽ വിജയിച്ചു. അതിന് സാക്ഷാൽ സുരേന്ദ്രണ്ണൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് ആളുകൾ നിലവിളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടമാണ് തോന്നുന്നത്. ദീർഘനാളായി സുരേന്ദ്രണ്ണൻ ആ പദവിയിൽ തുടരുന്നുണ്ട്. സുരേന്ദ്രണ്ണൻ വന്നതിൻ്റെ 6 മാസം കഴിഞ്ഞത് മുതൽ രാജിവെക്കണം എന്ന് പറയുന്നുണ്ട്. സുരേന്ദ്രണ്ണൻ രാജിവെക്കണമെന്ന് പറയുന്നതിൻ്റെ രസതന്ത്രം വേറെ ചില രസതന്ത്രങ്ങളാണ്. ഇനി ആര് രാജിവെച്ച് ആരൊക്കെ വന്നാലും കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷിയും നിലപാടും മാറാതെ കടന്നു കയറുക അത്ര എളുപ്പമല്ല. അടുത്തെത്തി എന്നൊക്കെ തോന്നും. അതൊക്കെയും ചില താൽക്കാലിക വികാരങ്ങളുടെ ഭാവമായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ രീതിയും ശൈലിയും ഒക്കെ മാറുകയും ചെയ്യും. ഒരുപാട് പ്രഗത്ഭന്മാർ BJPയിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഓർത്തിരിക്കുന്നവരിൽ രാജഗോപാലായിരിക്കും മുമ്പൻ. എന്ന് വെച്ചാൽ ഈ BJP ആയിരിക്കുന്നതോടുകൂടി തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത കിട്ടിയ ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം, കേന്ദ്രമന്ത്രിയായും അല്ലാതെയുമൊക്കെ. പിന്നീട് കുമ്മനം രാജശേഖർജിയെ അടക്കമുള്ളവരെ കൊണ്ടുവന്ന് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തീ പിടിച്ചില്ലെന്ന് മാത്രമല്ല, പുക വന്ന് ഒടുവിൽ കുമ്മനംജി പോയി നിന്നത് സിക്കിമിലോ അതിൻ്റെ അപ്പുറത്തോ എങ്ങാണ്ട് ഒരു ഗവർണറായിട്ടാണ്. അവിടുന്ന് പാവം തിരിച്ചു വരാൻ പെട്ട പാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് സുരേന്ദ്രണ്ണനെ മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സുരേന്ദ്രണ്ണനും ശോഭാ സുരേന്ദ്രജിയും പിന്നെ അവിടുത്തെ നഗരസഭാ അധ്യക്ഷനും എല്ലാവരും കൂടി കൂട്ടിയിട്ടടിക്കുന്നത് കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരേന്ത്യൻ റേഞ്ചിലൊക്കെയുള്ള പ്രസിഡൻറ്റുമാരെ വേണമെങ്കിൽ 3 പേരെനിക്ക് പറയാനുള്ളത്. ഒന്ന് കെവിൻ പീറ്ററാണ്, കാസയുടെ അദ്ദേഹം. പുള്ളിയെ ഏൽപ്പിച്ചാൽ പുള്ളി ഈ പറഞ്ഞതുപോലെ നട്ടാക്കുരുക്കാത്തതെന്തും ഏത് രൂപത്തിലും ഭാവത്തിലും എവിടെ നിന്നും വിളിച്ചു പറയാനുള്ള കഴിവുണ്ട്. സുരേന്ദ്രണ്ണൻ പോലും അത്രയും പറ്റില്ല. ഇനി അതല്ല, കുറച്ചുകൂടി ഒരു താത്വികമായ ആഗോളാവലോകനം നടത്തണമെങ്കിൽ രവിചന്ദ്രനെ എടുക്കാം. രവിചന്ദ്രനും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാധ്യതകൾ ലേശം ഉളിപ്പ് പോലും ഇല്ലാതെ കളവും ശാസ്ത്രവും ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയാൻ മിടുക്കനാണ്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജാതിക്കാർ സുന്നത്ത് കല്യാണം നടത്തരുത് എന്ന് പോലും ആവശ്യപ്പെടണമെങ്കിൽ, എന്ന് പറഞ്ഞാൽ പൂശാണ്ടി കണ്ടിക്കരുത് എന്ന് ആവശ്യപ്പെടണമെങ്കിൽ അതിന് ലജ്ജയില്ലാത്ത ആരിഫ് ഹുസൈനെ വേണമെങ്കിലും ഇറക്കാം. അങ്ങനെ ഇവർ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും ഉചിതമാവുക. പാവം സുരേന്ദ്രണ്ണനെ വെറുതെ വിടുക, അത്രയേ ഉള്ളൂ.